അച്ഛൻ എന്ത് ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുത്തേ? തറവാട്ടിൽ നിന്ന് കിട്ടിയ അമ്മയുടെ സ്വർണം. അത് 5 മക്കൾക്കുമായി പങ്കുവച്ചു. മോളുടെ പങ്ക് അച്ഛനോട് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ആ സ്വർണം അച്ഛൻ രഘുവേട്ടനെ സഹായിക്കാൻ വേണ്ടി പണയം വെക്കാൻ പോകുന്നു എന്നാണല്ലോ കേട്ടത്. ആ, അത് മോൾ അറിഞ്ഞിരുന്നോ? അങ്ങനെയായിരുന്നു അച്ഛന്റെ തീരുമാനം. പക്ഷേ സഹായിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടായ മാത്രം പോരല്ലോ, അത് സ്വീകരിക്കേണ്ടവർക്ക് യോഗവും കൂടി വേണ്ടേ? രഘുവിന്റെ അമ്പിളിയുടെയും ജീവിതത്തിൽ മുഴുവൻ തടസ്സങ്ങളാ. അവർക്ക് വേണ്ടി ആരെന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും അത് മുടങ്ങും. തറവാട്ടിലെ സ്വർണം പണയം വെക്കുന്നതിന് വിലക്കൊണ്ടായിരുന്നല്ലോ. അച്ഛനത് കാര്യമാക്കാതെ രഘുവിന്റെ കാര്യങ്ങളെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചപ്പോ കുഞ്ഞമ്മയും തമ്പായും എങ്ങനെയോ അക്കാര്യം മണത്തറിഞ്ഞ് ഇങ്ങോട്ട് വന്നു. പിന്നെന്ത് ചെയ്യാൻ പറ്റും? അവര് തന്ന സ്വർണമല്ലേ. ലക്ഷ്മിയുടെ 5 മക്കൾക്കും അത് തുല്യമായി പങ്കുവച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാ എനിക്കത് ചെയ്തല്ലേ പറ്റുള്ളൂ. കഷ്ടായി പോയല്ലോ. രഘുവേട്ടനും അമ്പിളി ചേച്ചിക്കും വലിയ നിരാശയായി കാണുമല്ലോ. എനിക്കും വലിയ സങ്കടായി. അതൊക്കെ പോട്ടെ, മോളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എത്ര നാളാ വീട്ടിൽ നീ ഇങ്ങനെ കഴിയും? മോൾക്ക് പഠിക്കണ്ടേ? ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരണ്ടേ എന്റെ കുട്ടിക്ക്? ജീവിതമാകുമ്പോ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ കഴിയണം. എന്റെ മോൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവണം. പഠിച്ചു മുന്നേറാൻ ഇനിയും നിനക്ക് സമയവും അവസരവും ഉണ്ട് മോളെ. എനിക്കറിയാച്ച, ഞാനിവിടുന്ന് കോളേജിൽ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാ അച്ഛൻ വിളിച്ചത്. ഞാൻ എന്റെ ബുക്സ് ഒക്കെ എടുത്തു വെച്ച് നോക്കാറുണ്ട് അച്ഛാ. ആണോ? അച്ഛന് സമാധാനായി. മോള് എത്രയും പെട്ടെന്ന് തന്നെ കോളേജിൽ പോയി തുടങ്ങണം. എന്നാണ് പോകുന്നതെന്ന് തീരുമാനിച്ച് അച്ഛനെ വിളിക്കണം. അച്ഛനും വരാം. മോള് വീണ്ടും കോളേജിൽ പോയി തുടങ്ങുന്നത് അച്ഛന് കാണണം. ശരി അച്ഛാ, ഞാനിവിടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ച് ഒരു തീരുമാനം എടുത്ത ശേഷം അച്ഛനെ അറിയിക്കാം. ശരി മോളെ. കഴിഞ്ഞതൊക്കെ മറന്ന് പഠിപ്പിൽ മാത്രം ശ്രദ്ധിച്ച നിനക്ക് പുതിയൊരു ഭാവി പടുത്തുയർത്താൻ കഴിയും. അച്ഛന് നിന്റെ കാര്യത്തിൽ ഇപ്പോഴും നല്ല പ്രതീക്ഷയുണ്ട്. അച്ഛന്റെ പ്രതീക്ഷകൾക്കൊപ്പം ഉയരാൻ ഞാൻ വീണ്ടും ശ്രമിക്കാം. അതുപോലെ ജീവൻ എന്താ സംഭവിച്ചെന്നറിയാൻ എന്റെ കൂടെ അച്ഛനുണ്ടാവണം. എന്നാ ഞാൻ വെക്കട്ടെ അച്ഛാ, പിന്നീട് വിളിക്കാം. ശരി മോളെ.